അണ്ണാ, രാമൻകുട്ടിയാണാ? അണ്ണാ എണീക്കണ്ണ, ഇത് എന്തൊരു ഉറക്ക? എന്താടി? അണ്ണാ, എന്നെ എന്റെ കോഴിയെ ഒന്ന് അക്കരെ വിടാമോ? ഇത് കോഴിയെ കയറ്റാനുള്ള വള്ളമല്ല, ചന്തേന്ന് തീ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. എന്നാലേ തീരെ കയറ്റിക്കൂടാ. അണ്ണാ, നേരായി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ വള്ളം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പോണല്ലോ. ആഹാ, അപ്പൊ ഒരു കാര്യം ചെയ്യേ, പോ. കോഴി നിന്റെ കോഴി കൊള്ളാമല്ലോടി. ആ വാ, അക്കരെ വിടാം, നമ്മുടെ പത്മാശിയല്ലേ. ആ പിണങ്ങാതെ വാ. വാ വാ. അവിടെ ഒരു കോഴി. അയ്യോ, കയറാൻ പറ്റില്ല അണ്ണ. അയ്യോ, ഓ അമ്മേ, എന്തൊരു ഭാരം. നീ അങ്ങ് വണ്ണം വെച്ച് പോയല്ലോടി പെണ്ണേ. എന്താ നീ വീഴാതെ പിടിച്ചല്ലേ? അങ്ങനെ ഇപ്പൊ പിടിക്കണ്ട. അതെന്റെ ഒരാശയല്ലേ. അതിന് എന്നെ കിട്ടില്ല. എടീ, നീ വാറ്റുകാരി ചെല്ലുമ്മയുടെ മോള് തന്നെയല്ലേ? ആ വായി നോക്കി ഗണേശനാണെങ്കിൽ നിനക്ക് കുഴപ്പമില്ലല്ലേടി? രാമൻകുട്ടി, എന്താ വിശേഷമൊന്നുമില്ലല്ലോ? പ്രത്യേകിച്ചൊന്നുമില്ല. നിന്റെ വിശേഷങ്ങൾ അറിയാലോ എന്ന് കരുതി വിളിച്ചതാ. ആരും അറിയില്ലെന്ന് കരുതിയാലും ആരെങ്കിലൊക്കെ കാര്യങ്ങൾ അറിയും രാമൻകുട്ടി. അതും അല്ലെങ്കിൽ മുകളിലിരിക്കുന്നതും വലിയവന് എല്ലാം അറിയും. കൃഷ്ണേട്ടാ, ആ പെൺകുട്ടി ചത്തു. ഇനിയും നാട്ടിൽ പെൺകുട്ടികളുണ്ട്. അവരെയും കായലെറിയാൻ നോക്കാതെ വേഗം ഒരു കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്ക്. എന്റെ രാമൻകുട്ടിയെ,
ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ വീട് വേണം, കുടുംബം വേണം എന്നൊക്കെ. ഇതൊക്കെ വളരെ നേരത്തെ വേണ്ടതായിരുന്നു. അതിരിക്കട്ടെ, നീ ഏതെങ്കിലും കുട്ടികളെ കണ്ടുവച്ചിട്ടുണ്ടോ? മടിക്കാതെ പറഞ്ഞോ. ആരായിരുന്നാലും അച്ഛന് ഒരു വിരോധവും ഇല്ല. നമ്മുടെ വീട്ടിലൊരു മരുമകൾ ഉണ്ടായാ മതി. അച്ഛൻ ആ ജാനകി അമ്മയുമായിട്ടൊന്ന് സംസാരിക്കും. അവരുടെ മകൾ ശാലിനി എനിക്കിഷ്ടമാണ്. ആ തള്ളയും മോളും 100 വട്ടം സമ്മതിക്കും. ഞാൻ ഇന്ന് തന്നെ അവരെ ചെന്ന് കാണാം. ശാലിനി, ഞാൻ നിന്റെ വീട്ടിൽ നിന്നാ വരുന്നത്. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ആണുങ്ങളില്ലാത്ത വീട്ടിൽ കുടിച്ചോണ്ട് വന്നാൽ ഇല്ല, ഞാനിപ്പോ കുടിച്ചിട്ടില്ല, ഇനി ഒരിക്കലും കുടിക്കുകയില്ല. എനിക്കും ജീവിക്കണം ശാലിനി. നമ്മുടെ വിവാഹത്തിന് നിന്റെ അമ്മ സമ്മതിച്ചു. വേണ്ട, എനിക്ക് ഈ വിവാഹം വേണ്ട. എന്ത് വേണം? നിന്നിൽ നിന്നും എന്ത് വേണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണം. വേണ്ട, നിങ്ങൾ അത് പലയിടത്തുനിന്നും വാങ്ങുന്നുണ്ടല്ലോ. പ്രമിളേ, ഒരുപാട് സ്ത്രീകളുടെ വിയർപ്പിന്റെ ഗന്ധം നിങ്ങളുടെ ശരീരത്തിലുണ്ട്. നീ ഈയിടെയായി തമാശ പറയാനും തുടങ്ങിയിരിക്കുന്നു. തമാശ പറയാൻ മാത്രമല്ല, പ്രവർത്തിക്കാൻ കൂടി പഠിച്ചിരിക്കുന്നു. കാണണോ? വെറുതെ ശബ്ദം ഉണ്ടാക്കാതെ. ഓ, ഞാൻ പറഞ്ഞു വന്നത് മുഴുവനാക്കിയില്ലല്ലോ. ഇനി എന്റെ ശരീരത്തിൽ ചുരുങ്ങിയത് 1-2 പുരുഷന്മാരുടെയെങ്കിലും ബന്ധം ഉണ്ടാവട്ടെ. എന്നിട്ടാവാം നിങ്ങളുമായുള്ള ബന്ധം. കൊല്ലുമായിരിക്കും. നിങ്ങൾ എസ്റ്റേറ്റ് മുതലാളിമാർ ഇങ്ങനെ പ്രവർത്തിച്ച് പരിചയമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇനിയും ചെയ്യും ഞാൻ. പിന്നെ ദിവാമരോട് ഇതിനെ കെട്ടാൻ? എന്നെ ആരും കെട്ടണ്ട. നശിക്കാൻ പോന്നോക്ക് നല്ലത് പറഞ്ഞാൽ മനസ്സിലാകുന്നത് എങ്ങനാ? ഞാൻ ഇനി എത്ര കാലത്തേക്കാ? എന്നെ വിചാരിച്ച് അമ്മച്ചി ദുഃഖിക്കണ്ട. പിന്നെ കാരണവന്മാര് സമ്പാദിച്ചു കൂട്ടിയിരിക്കല്ലോ, പിന്നെന്തിനു ദുഃഖിക്കണം? എന്റെ കണ്ണടഞ്ഞാ പിന്നെ നിനക്കാരുണ്ട്? ഈശ്വരന്റെ കൃപ കൊണ്ട് ഇങ്ങനൊക്കെ ഒത്തുവന്നു. രാമൻകുട്ടി അണ്ണനെ അമ്മച്ചിക്ക് അറിഞ്ഞൂടാ. മനുഷ്യൻ നന്നാവാൻ എത്ര നേരം വേണോടി? അമ്മച്ചിക്ക് അത്ര ശല്യമാണെങ്കിൽ ഞാനങ്ങ് ചത്തോളാം. എന്നാലും നീ കല്യാണത്തിന് സമ്മതിക്കില്ല അല്ലയോ? ഞാനാണ് വാക്കു കൊടുത്തിരിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുവാണെങ്കിൽ ഇത് നടത്തും. എനിക്ക് വിവാഹം ഇഷ്ടമല്ല. പിന്നെ ആരിനോട് ചോദിച്ചിട്ടല്ലയോ കായ ഉരയ്ക്കണത്? ഗോപിയേട്ടാ, ഗോപിയേട്ടൻ എവിടെ? ഇവിടെ ഇല്ല. എവിടെ പോയി? ഗോപി നാട്ടിൽ പോയല്ലോ. നാട്ടിൽ പോയോ? അതെ. എപ്പോ വരും? ഇനി എപ്പോ വരും എന്നറിയില്ല. ശാലിനി, നമ്മളെല്ലാം പാവങ്ങളാണ്. നമുക്കൊന്നും സ്നേഹിക്കാനുള്ള അവകാശമില്ല. ഇതിലൊന്നും വിഷമിക്കാതെ നീ വീട്ടിലോട്ട് ചെല്ല്. ഓ ശാലിനി. അമ്മാവ. എന്താ മോളെ? ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. രാമൻകുട്ടി മോശക്കാരനാണെന്ന് കരുതി നീ കരയണ്ട. അവനൊരുപാട് മാറിക്കഴിഞ്ഞു. 10-20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഹൃദയം തുറന്ന്
ചിരിക്കുന്നത് ഇപ്പോഴാണ്. മോള് ഒന്നുകൊണ്ടും ദുഃഖിക്കരുത്. നിന്നെ എന്റെ മരുമകളായിട്ടല്ല ഞാൻ കാണുന്നു, എന്റെ വീട്ടിന്റെ ഐശ്വര്യമായി. അതേ മോളെ, നീ വന്നിട്ട് വേണം എന്റെ വീട് സന്തോഷം എന്തെന്നറിയാൻ. നിന്റെ അച്ഛനും അമ്മയും രക്ഷകർത്താവും ഒക്കെ ഞാനായിരിക്കും. നിന്റെ വീട്ടിൽ വെച്ച് വിവാഹം നടത്തണമെന്നായിരുന്നു എന്റെയും ആഗ്രഹം. എന്ത് ചെയ്യാൻ, അത് സാധിച്ചില്ല. നമ്മൾ പാവങ്ങളായി. മോള് കരയാണ്, അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലേ വരാൻ. വാ മോള്, വാ മോളെ. എന്റെ മോൻ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് ഓടിപ്പോരേണ്ടി വന്നുവല്ലേ. ഇപ്പൊ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല മോനെ. എന്റെ മോനെ കണ്ടതോടുകൂടി അമ്മയുടെ അസുഖം എല്ലാം മാറി. ഇനി അമ്മയെ തിരിഞ്ഞിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. അമ്മയെ എന്റെ കൂടെ വരണം. ഇല്ല, നീ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞാൻ വരില്ല. എന്താ ആ സ്ഥലത്തെ കുറിച്ച് പറയുമ്പോ അമ്മയ്ക്ക് എത്ര വെറുപ്പ്? വെറുപ്പുണ്ട്. അതെന്താണെന്ന് പറയാൻ പാടില്ലേ? പറയാം, ഇനി ഒരിക്കൽ. അമ്മ ഇങ്ങനെ എത്ര പ്രാവശ്യമായി പറയുന്നു? രാമൻകുട്ടി വന്നില്ലേ മോളെ? ഇല്ല. അമ്മാവന് ഊണ് കഴിക്കണം. രാമൻകുട്ടി വരട്ടെ. നേരം കുറെ ആയില്ലേ, വരുമ്പോ ഞാൻ വിളമ്പിക്കൊടുക്കാം. അമ്മാവൻ വിശന്നിരിക്കണ്ട. ഇന്നെങ്കിലും ഒരുമിച്ചിരുന്ന് ഉണ്ണണമെന്നായിരുന്നു എന്റെ ആശ. ഇന്നെനിക്ക് വയറ് നിറച്ചുണ്ണണം. എന്റെ മോളുണ്ടാക്കിയ കറികൾക്ക് എന്തൊരു സ്വാദ്. രാമക്കുട്ടിയില്ലേ സീരവിളെ? ഇല്ല. എവിടെ പോയി? ഇവിടെ പോയെന്ന് എനിക്ക് പറഞ്ഞൂടാ. രാമക്കുട്ടിയുടെ ഭാര്യ ഇവിടെ ഇല്ലേ? അവളെവിടെ പോവാണ്? ഇവിടെ തന്നെ ഉണ്ട്. ആ, ഒന്ന് വിളിച്ചേ. രാമൻകുട്ടിയുടെ ഭാര്യയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ലക്ഷ്മിയമ്മയുടെ മകൾ ശാലിനിയെ കൊച്ചുമുലാളി ഇതുവരെ കണ്ടിട്ടില്ല. ആ. അയ്യോ പാവം. കൊച്ചുമുലാളി ഇപ്പൊ പോ, രാത്രിയാണ്, നല്ല മഞ്ഞുണ്ട്. രാമൻകുട്ടി വന്നാ ഞാൻ അങ്ങോട്ട് വരാൻ പറയാം. ഓ. എവിടെ പോയിരുന്നടാ? ഒരത്യാവശ്യമായിട്ട് പോയിരുന്ന. അത്യാവശ്യം? ഒരു പാവപ്പെട്ട പെണ്ണിനെ കെട്ടിക്കൊണ്ടൊന്ന് വിട്ടിട്ട് അത്യാവശ്യം പറഞ്ഞ് നടന്നോ? എല്ലാം കാണാൻ ഞാനൊരുത്തനുണ്ടല്ലോ. കൊച്ചുമുതലാളി പറഞ്ഞയച്ചാ. കൊച്ചുമുതലാളി?
അവനവന്റെ കാര്യം നോക്കിയിട്ട് മതി മുതലാളി. കൊച്ചു മുതലാളി അവനവന്റെ കാര്യം നോക്കണം. കുറെ പണത്തിന്റെ കാര്യത്തിന് വേണ്ടി കൊച്ചുമുതലാളി പറഞ്ഞയച്ച. എനിക്കറിയാം നിനക്ക് വിഷമമുണ്ടെന്ന്. ഇന്നലെ രാത്രി എന്റെ മനസ്സ് നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.